ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചില്ലി ഫ്ലേക്സ് ചിക്കൻ ഡ്രൈ റോസ്റ്റ് ആണ് ചെയ്യുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണിത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നമ്മൾ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. നമ്മളിവിടെ 2.25 കിലോൻ്റെ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 1 സ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം, പിന്നെ 1 സ്പൂൺ ഇഞ്ചി ചതച്ച് ഇട്ട് കൊടുക്കാം. കൂടെ നമുക്ക് 1 സ്പൂൺ വെളുത്തുള്ളി ചതച്ച് ഇട്ടെടുക്കാം, പിന്നെ കുറച്ച് വേപ്പില ഇട്ടെടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ചേർത്തെടുക്കാം. പിന്നെ ഒരു 2 സ്പൂൺ വിനീഗറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു 15 മിനിറ്റ് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് മൂടി വെച്ച് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ നല്ലതുപോലെ ഇറങ്ങി വരും. ഇപ്പോൾ വെള്ളമൊക്കെ ഒരുവിധം ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി മറിച്ച് കൊടുക്കാം. വീണ്ടും നമുക്കിത് മൂടി വെച്ച് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇപ്പം നല്ലതുപോലെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് വെച്ച് തന്നെ ഈ വെള്ളം ശരിക്കും പറ്റിച്ചെടുക്കണം. അതിനുവേണ്ടി നമുക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്, ഫ്രൈ ആയി വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇത് സ്റ്റൗവിൽ നിന്ന് മാറ്റിയിട്ട് ഇതിലേക്കുള്ള മസാലകളൊന്ന് നല്ലതുപോലെ മൊരിച്ചെടുക്കാം. നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യണതുകൊണ്ട് ശരിക്കും ഇതിൻ്റെ മസാലകളൊക്കെ ശരിക്കും മൊരിഞ്ഞ് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തവ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഒരു 4 സവാള ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കാം. നന്നായി മൂപ്പിച്ചെടുക്കണം, കാരണം നമ്മൾ ഡ്രൈ റോസ്റ്റാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സവാളയൊക്കെ നല്ല ബ്രൗൺ കളറാവുന്ന വരെ തന്നെ നമുക്കിത് വഴറ്റി കൊടുക്കാം. സവാളയൊക്കെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു 2 സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചില്ലി ഫ്ലേക്സ് ആണ്. ഇനി നമുക്കിതിന് കളറിന് വേണ്ടി മാത്രം 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. കൂടെ നമുക്ക് 1/2 സ്പൂൺ ഗരം മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ മസാലകളെല്ലാം ചേർത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി ശരിക്കും മൂപ്പിച്ചെടുക്കാം. നല്ല മെറൂൺ കളറാവുന്ന വരെ നമുക്കിത് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ലതുപോലെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി ശരിക്കും ഫ്രൈ ചെയ്തെടുക്കുക. ശരിക്കും ചിക്കനൊക്കെ നല്ല ഫ്രൈ ആയി കിട്ടുന്ന രീതിയിലായി ആവുന്നവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം.
ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വിനീഗറും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നേരിയൊരു പുളിയായിട്ട് നമുക്ക് തോന്നില്ല, പക്ഷെ നമ്മുടെ തക്കാളിയുടെയൊക്കെ ആ ഒരു നേരിയൊരു പുളിപ്പുണ്ടല്ലോ, അത്രേ നമുക്ക് തോന്നുള്ളൂ. എന്നിട്ട് നമ്മളിത് നല്ലതുപോലെ മൊരിയിച്ചെടുക്കാം. തക്കാളി നമുക്കിതിലേക്ക് ചേർക്കാൻ പറ്റില്ല, കാരണം നമ്മൾ നല്ല ഡ്രൈ റോസ്റ്റാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആണ് നമ്മൾ വിനീഗർ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചില്ലി ഫ്ലേക്സ് ചിക്കൻ ഡ്രൈ റോസ്റ്റ് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഒന്ന് പകർത്തി കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, നല്ല രസമാണ്. ഇതിപ്പോൾ എത്ര കഴിച്ചാലും നമുക്കൊരു മടുപ്പ് തോന്നാത്ത രീതിയിലുള്ള കറിയാണ്. ഞാനിതുപോലെ ചിക്കൻ വെക്കുമ്പോൾ കൂടെ നമ്മളൊരു മോരുചാറ് കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.